ഔദ്യോഗികമായ ഒരു ഉത്തരവാദിത്വം നിറവേറ്റാൻ നിങ്ങൾ നിർബന്ധിക്കപ്പെടുകയും ആ പ്രവൃത്തി അങ്ങേയറ്റം അന്യായവും അനീതിയുമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്താൽ നിങ്ങൾ എന്ത് തീരുമാനിക്കും? ഇങ്ങനെ ഒരു ധർമ്മസങ്കടത്തിൽ നിങ്ങൾ ആരോടാണ് ഉപദേശം തേടാറുള്ളത്? ജീവസന്ദേശത്തിൻ്റെ ബൈബിൾ പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നു മുതൽ നമ്മൾ പുറപ്പാട് പുസ്തകത്തിൻ്റെ പഠനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അവസാനത്തിൽ യാക്കോബിൻ്റെ കുടുംബം മിസ്രൈമിൽ എത്തിച്ചേരുന്ന ചരിത്രം നാം കണ്ടതാണല്ലോ. മിസ്രൈമിൽ വെച്ച് ഇസ്രായേൽ മക്കൾ എണ്ണത്തിൽ വർദ്ധിച്ചു വരികയെങ്കിലും തങ്ങളുടെ പിതാക്കന്മാർക്കുണ്ടായിരുന്ന ദൈവിക ബന്ധം കാത്തുസൂക്ഷിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. മിസ്രൈമിൻ്റെ സംസ്കാരവും ആരാധന രീതികളും അവരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയതിൻ്റെ ഫലമായി അവരുടെ പിതാക്കന്മാർക്ക് കനാനിൽ വെച്ച് ദൈവം നൽകിയ വാഗ്ദത്തങ്ങൾ അവർ വിസ്മരിക്കുവാനിടയായിത്തീർന്നു. എന്നാൽ തൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസനായ ദൈവം താൻ നിശ്ചയിച്ച സമയത്ത് തൻ്റെ ജനത്തെ സന്ദർശിക്കുകയും അവരെ വിടുവിക്കുവാനുള്ള തൻ്റെ പദ്ധതികൾ ആരംഭിക്കുകയും ചെയ്തു. ആ മഹത്തായ ദൈവിക ഇടപെടലുകളുടെ സംഭവ പരമ്പരകളിലൂടെയാണ് നാം ഇനി കടന്നു പോകുന്നത്. പുറപ്പാട് പുസ്തകത്തിൻ്റെ ഒരു മുഖവുരിയും അതിൻ്റെ 1-ാം അധ്യായവുമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. മിസ്രൈമിൻ്റെ അടിമത്വത്തിൽ 400-ലധികം വർഷങ്ങൾ അടിമവേല ചെയ്ത് കഷ്ടപ്പെട്ട ഇസ്രായേൽ ജനത്തെ ദൈവം തൻ്റെ ശക്തി കൊണ്ട് വിടുവിച്ച് പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന വിടുതലിൻ്റെ സന്ദേശമാണ് പുറപ്പാട് പുസ്തകം ഇന്നു മുതൽ നാം പഠിക്കുവാൻ ആരംഭിക്കുന്നത്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെ ഭംഗിയായി വരച്ചു കാട്ടിയിരിക്കുന്ന ഈ പുസ്തകം ഏതൊരു ക്രിസ്തു വിശ്വാസിക്കും അനുഗ്രഹകരമായിരിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അവസാനവും പുറപ്പാട് പുസ്തകത്തിൻ്റെ പ്രധാന സംഭവവും തമ്മിൽ 3.5 നൂറ്റാണ്ടുകളുടെ ഇടവേളയുണ്ടെങ്കിലും ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞു വന്നതിൻ്റെ തുടർച്ചയാണ് പുറപ്പാട് പുസ്തകത്തിൽ നാം പഠിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ പറയുന്നത് അബ്രഹാമിൻ്റെ സന്തതി 400 വർഷം മിസ്രൈമിൽ കഴിയും എന്നാണ്, അടിമകളായി കഴിയും. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 40-ാം വാക്യത്തിൽ പറയുന്നത് 430 വർഷങ്ങൾ ഇസ്രായേൽ ജനം ഈജിപ്തിൽ കഴിഞ്ഞു എന്നാണ്. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16-ഉം 17-ഉം വാക്യങ്ങൾ അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ 30 വർഷത്തെ വ്യത്യാസം എന്ന് നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാകും. അബ്രഹാമിനെ വിളിച്ചിറക്കിയ സമയം മുതൽ കണക്ക് കൂട്ടിയാൽ അത് 430 വർഷങ്ങളും ദൈവം അബ്രഹാമിനോട് ഈ പ്രവാസത്തെക്കുറിച്ച് പറഞ്ഞ സമയം മുതൽ കണക്ക് കൂട്ടിയാൽ 400 വർഷങ്ങൾ മാത്രമേ. പലരും ഈ 30 വർഷത്തെ വ്യത്യാസം വലിയ എന്തോ തെറ്റാണെന്ന തരത്തിൽ അവതരിപ്പിക്കാറുണ്ട്. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ ശരിയായി പഠിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന സത്യങ്ങൾ മാത്രമാണ്. പുറപ്പാട് പുസ്തകത്തിൻ്റെ പേരുകൊണ്ട് തന്നെ അതിലെ വിഷയം തിരിച്ചറിയുവാൻ എളുപ്പമാണല്ലോ. പുറപ്പാട്, മലയാളത്തിൽ ഇത് വളരെ കൃത്യമാണ്. അതായത് പുറപ്പെട്ടു വെളിയിൽ വരിക. ദൈവം തൻ്റെ ജനത്തെ കുഞ്ഞാടിൻ്റെ രക്തത്താലും തൻ്റെ മഹാശക്തിയാലും വീണ്ടെടുത്ത് വെളിയിൽ കൊണ്ടുവന്ന സംഭവ പരമ്പരയാണ് പുറപ്പാട് പുസ്തകത്തിൽ നാം പഠിക്കുന്നത്. വാസ്തവത്തിൽ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന ഭാഗമാണ് പുറപ്പാട് പുസ്തകത്തിലെ സംഭവങ്ങളുടെ സാരാംശം. അവിടെ നാം കാണുന്നത് വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശുസുന്ദരൻ എന്ന് അമ്മയപ്പന്മാർ കണ്ടു. രാജാവിൻ്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം എന്നെണ്ണുകയും ചെയ്തു. വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കയാൽ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ
മിസ്രയീം വിട്ടുപോന്നു. വിശ്വാസത്താൽ അവൻ കടിഞ്ഞൂലുകളുടെ സംഹാരകൻ അവരെ തൊടാതിരിപ്പാൻ പെസഹയും ചോരത്തളിയും ആചരിച്ചു. വിശ്വാസത്താൽ അവർ കരയിലെന്ന പോലെ ചെങ്കടലിൽ കൂടി കടന്നു. അത് മിസ്രയീമ്യർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി. പുറപ്പാട് പുസ്തകത്തിൻ്റെ ദൂത് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായോ? ഉൽപ്പത്തി പുസ്തകത്തിലെ സംഭവങ്ങളുടെ തുടർച്ച മാത്രമാണ് പുറപ്പാട് പുസ്തകത്തിലുള്ളത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒന്നും പുതുതായി ഉണ്ടാകുന്നതായോ പരിസമാപ്തിയിലെത്തുന്നതായോ പുറപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 46 അധ്യായത്തിൻ്റെ 27 വാക്യത്തിൽ നാം വായിക്കുന്നത് മിസ്രയീമിൽ വന്നവരായ യാക്കോബിൻ്റെ കുടുംബം ആകെ 70 പേർ എന്നത്രേ. വർഷങ്ങൾക്ക് ശേഷം മോശയുടെ നേതൃത്വത്തിൽ എത്ര പേർ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു എന്ന് കണക്ക് കൂട്ടുവാൻ ഒരുപാട് പേർ ശ്രമിച്ചിട്ടുണ്ട്. പല കണക്കുകൂട്ടലുകൾക്കൊടുവിൽ ലഭിക്കുന്ന വിശ്വസനീയമായ ഒരു കണക്ക് ഏതാണ്ട് 21 ലക്ഷം പേരെങ്കിലും അന്ന് മോശയുടെ കൂടെ മിസ്രയീമിൽ നിന്നും പുറപ്പെട്ടു എന്നാണ്. ഈ സംഭവങ്ങളുടെ എല്ലാം കാലഘട്ടം കൃത്യമായി പറയുവാൻ പ്രയാസമാണെങ്കിലും ഹിക്സോസ് വംശത്തിൽപ്പെട്ട രാജാക്കന്മാർ മിസ്രയീം ഭരിക്കുന്ന കാലത്തായിരിക്കും യോസഫ് അവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്നത് എന്നാണ് പൊതുവെ കരുതുന്നത്. ഈ ഹിക്സോസ് വംശം അവർ ആട്ടിടെ വർഗമായിരുന്നു. അവർ അബ്രഹാമുമായി ബന്ധമുള്ളവരായിരുന്നു. ഒരു കാലയളവിൽ ഈ വർഗം മിസ്രയീമിനെ അടക്കി വാഴുന്ന തരത്തിൽ വളരെ പ്രബലരാകുകയും ചെയ്തു എന്ന് ചരിത്രം പറയുന്നുണ്ട്. വാസ്തവത്തിൽ മിസ്രയീമ്യർ ഈ ഭരണാധികാരികളെ വെറുത്തിരുന്നതിനാൽ ഇവർക്കാകെ ഉണ്ടായിരുന്ന സ്നേഹിതർ അബ്രഹാമിൻ്റെ സന്തതികളായിരുന്ന ഇസ്രായേല്യർ മാത്രമായിരുന്നു. എന്തുകൊണ്ടാണ് യോസഫിന് ഈ പരിഗണന കിട്ടിയത് എന്നൊക്കെയുള്ളതിൻ്റെ ചില വ്യക്തത നിങ്ങൾക്ക് ഈ സംഭവത്തിൽ നിന്നും ഈ ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. ഒടുവിൽ തദ്ദേശീയരായിരുന്ന, അതായത് ഈജിപ്ഷ്യൻസ് ആയിരുന്ന മിസ്രയീമ്യ ശക്തി ഈ വിദേശീയരെ തുരത്തുകയും ഭരണം അവരുടെ നിന്നും കൈയടക്കുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലായിരിക്കും പുറപ്പാട് പുസ്തകം 1 അധ്യായത്തിൻ്റെ 8 വാക്യത്തിൽ നാം വായിക്കുന്ന അനന്തരം യോസഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് മിസ്രയീമിൽ ഉണ്ടായി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഭരണാധികാരികളാണ് ഇസ്രായേൽ മക്കളെ കൊണ്ട് അടിമവേല ചെയ്യിച്ചവരെ കഷ്ടപ്പെടുത്തിയത്. പുറപ്പാട് പുസ്തകത്തിലെ ഏറ്റവും പ്രധാന വ്യക്തിയായി ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത് മോശയാണ്. പഞ്ചഗ്രന്ഥങ്ങൾ എന്നറിയപ്പെടുന്ന ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം, സംഖ്യാപുസ്തകം, ആവർത്തന പുസ്തകം എന്നീ പുസ്തകങ്ങളുടെ എഴുത്തുകാരൻ മോശയാണല്ലോ. പുറപ്പാട് പുസ്തകത്തിൽ മോശയുടെ ജീവിതം 40 വർഷങ്ങൾ വീതമുള്ള 3 ഘട്ടങ്ങളായി വിഭജിച്ചിട്ടുണ്ട്. ഒന്ന്, ഈജിപ്തിൽ, അതായത് മിസ്രയീമിൽ ഫറവോൻ്റെ കൊട്ടാരത്തിൽ ജീവിച്ച ആദ്യത്തെ 40 വർഷം. 2, മിദ്യാനിലെ മരുഭൂമിയിൽ ആടുകളെ മേയിച്ച് നടന്ന 40 വർഷം. 3, ഇസ്രായേലിൻ്റെ നേതാവായി മരുഭൂമിയിൽ അവരെ നയിച്ച 40 വർഷം. മിസ്രയീമിൽ മോശയ്ക്ക് ലഭിച്ച പരിശീലനം സൂര്യഭഗവാന്റെ ക്ഷേത്രത്തിലായിരിക്കുവാനാണ് സാധ്യത. എന്നാൽ മിസ്രയീമിൽ അവന് ലഭിച്ച പരിശീലനം ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്നും വിടുവിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിക്കായി അവനെ ഒരുക്കുന്നതായിരുന്നില്ല. തൻ്റെ സ്വന്തം തടിമിടുക്കുകൊണ്ടും ബുദ്ധിസാമർഥ്യം കൊണ്ടും ഇസ്രായേലിനെ വിടുവിക്കുവാൻ കഴിയില്ല എന്ന് ദൈവം മോശയെ അനുഭവങ്ങളിലൂടെ ബോധ്യപ്പെടുത്തി. തുടർന്ന് 40 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ ജനത്തെ വിടുവിക്കുന്നതിനായി ദൈവം മോശയെ തിരികെ മിസ്രയീമിലേക്ക് അയക്കുന്നു. മോശയോട് ദൈവം പറഞ്ഞത് ഇസ്രായേലിലെ മൂപ്പന്മാരെ കൂട്ടി ഫറവോനെ കാണുവാൻ പോകുക എന്നത്രേ. ഇസ്രായേൽ ജനം മിസ്രയീം വിട്ടുപോകുവാൻ ഫറവോൻ സമ്മതിക്കില്ല. ഫറവോൻ ഉയർത്തുന്ന ഈ തടസ്സമായിരിക്കും മിസ്രയീമിലെ ദേവന്മാരോട് പൊരുതുവാൻ ജീവനുള്ള ദൈവത്തിന് വഴിയൊരുക്കുന്നത്. ശ്രദ്ധിക്കണം, മിസ്രയീം ദേശം മുഴുവൻ വിഗ്രഹങ്ങളെ കൊണ്ട് നിറഞ്ഞതായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങളെയും ചിന്താഗതികളെയും സംസ്കാരത്തെയും എല്ലാം ഈ മൂർത്തിപൂജ ആഴത്തിൽ സ്വാധീനിച്ചിരുന്നു. ദശലക്ഷക്കണക്കിന് ക്ഷേത്രങ്ങളും പരകോടി മൂർത്തികളും അവിടെ ഉണ്ടായിരുന്നു. ഓരോ മൂർത്തിയും ഓരോ പരാശക്തിയെ പ്രതിനിധീകരിച്ചിരുന്നു. മിസ്രയീമിലെ മതത്തിന് ശക്തി ഉണ്ടായിരുന്നു എന്ന് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു. അങ്ങനെ ശക്തിയുള്ള മതമുണ്ടോ എന്ന് ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം. എന്തിന് പൗലോസ് അപ്പോസ്തലൻ തന്നെ തിമോത്തിയോസിന് എഴുതുമ്പോൾ 2 ലേഖനം 3 അധ്യായത്തിൻ്റെ 8 വാക്യത്തിൽ വായിക്കുന്നത്, യന്നേസും യംബ്രേസും മോശയോട് എതിർത്ത് നിന്നതുപോലെ തന്നെ ഇവരും സത്യത്തോട് മറുത്തു നിൽക്കുന്നു.
ദുർബുദ്ധികളും വിശ്വാസം സംബന്ധിച്ച് കൊള്ളരുതാത്തവരുമത്രേ. ഈ പറഞ്ഞതിൽ നിന്നും ഈ ദേവന്മാരുടെ പിൻപിലെ ശക്തി നമുക്ക് ഊഹിക്കാവുന്നതത്രേ. സത്യവും നീതിയും വിശുദ്ധിയും നിറഞ്ഞ സർവശക്തനായ സർവവ്യാപിയായ സർവജ്ഞാനിയായ ദൈവവും അസത്യവും അനീതിയും അശുദ്ധിയും നിറഞ്ഞ സാത്താനും തമ്മിലുള്ള പോരാട്ടമാണ് മിസ്രൈമിൽ നാം കാണുന്നത്. ഇവിടെ ഒരു കാര്യം നാം ഓർക്കണം. ആരെങ്കിലും എന്തെങ്കിലും അസാധാരണ കാര്യങ്ങൾ ചെയ്താൽ ഉടനെ അത് സത്യദൈവത്തിൻ്റെ പ്രവർത്തനമാണെന്നും അതിനകത്ത് ദൈവമുണ്ടെന്നുമൊക്കെ തെറ്റിദ്ധരിക്കരുത്. പിശാചും പ്രകൃത്യാതീതമായി സൂപ്പർ നാച്ചുറലായി പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ പ്രവർത്തിച്ചതുകൊണ്ട് പിശാച് ദൈവമാകുന്നില്ലാകുന്നോ? മിസ്രൈമിലെ ഈ മൂർത്തികളിൽ വ്യാപരിച്ചിരുന്നത് സാത്താന്യ ശക്തി തന്നെയായിരുന്നു. ഇന്നും അത് വളരെ പ്രബലമാണ് എന്ന് മറക്കരുത്. ഫറവോൻ മോശയോട് ചോദിച്ചത് പുറപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഇസ്രായേലിനെ വിട്ടയപ്പാൻ തക്കവണ്ണം ഞാൻ യഹോവയുടെ വാക്ക് കേൾക്കേണ്ടതിന് അവൻ ആർ? ഞാൻ യഹോവയെ അറിയുകയില്ല, ഞാൻ ഇസ്രായേലിനെ വിട്ടയക്കുകയുമില്ല. ഈ ധാർഷ്ട്യം കാണിച്ച ഫറവോന് ദൈവം തന്നെ പരിചയപ്പെടുത്തി കൊടുത്തു. വളരെ ലളിതമായ വിധത്തിൽ ഫറവോന് ശരിക്കും മനസ്സിലാകുന്ന വിധത്തിൽ ദൈവം അവനോട് ഇടപെട്ടു. ഒടുവിൽ ദൈവത്തെ അംഗീകരിച്ചു. ഫറവോൻ പറഞ്ഞത് പുറപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അപ്പോൾ ഫറവോൻ ആളയച്ച് മോശയെയും അഹരോനെയും വിളിപ്പിച്ച് അവരോട്, ഈ പ്രാവശ്യം ഞാൻ പാപം ചെയ്തു. യഹോവ നീതിയുള്ളവൻ, ഞാനും എൻ്റെ ജനവും ദുഷ്ടന്മാർ. വീണ്ടും 10-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഫറവോൻ മോശയെയും അഹരോനെയും വേഗത്തിൽ വിളിപ്പിച്ചു, നിങ്ങളുടെ ദൈവമായ യഹോവയോടും നിങ്ങളോടും ഞാൻ പാപം ചെയ്തിരിക്കുന്നു. മിസ്രൈമിൽ ദൈവം അയച്ച ബാധകളുടെ പശ്ചാത്തലത്തിൽ സാധാരണ കേൾക്കാറുള്ള ഒരു സംശയമുണ്ട്. തൻ്റെ ജനത്തെ വിടുവിക്കുവാൻ സർവശക്തനായ ദൈവത്തിന് ഇത്ര പാടുപെടേണ്ട ആവശ്യമുണ്ടായിരുന്നു? എന്തിനാണ് ഈ ബാധകളെല്ലാം അയച്ചത്? ഈ ബാധകൾ എത്രയെത്ര നിരപരാധികളെയാണ് കഷ്ടത്തിലാക്കി ബുദ്ധിമുട്ടിച്ചത്. നീതിമാനായ ദൈവം അങ്ങനെ ചെയ്തത് അന്യായമല്ലേ? ഇത് കേട്ടാൽ തോന്നും ദൈവത്തിന് ഒന്നും അറിയാൻ വയ്യാതെ ഇതെല്ലാം ചെയ്തു കൂട്ടിയതാകുന്നു എന്ന്. മിസ്രൈമിൽ ദൈവം അയച്ച ബാധകൾ മിസ്രൈമിലെ ദേവന്മാരോടുള്ള ദൈവത്തിൻ്റെ തുറന്ന യുദ്ധമായിരുന്നു. ഓരോ ബാധയും മിസ്രൈമിലെ ഓരോ ദേവന്മാരെ ഉദ്ദേശിച്ച് അയച്ചതാണ്. 12-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഈ രാത്രിയിൽ ഞാൻ മിസ്രൈം ദേശത്ത് കൂടി കടന്ന് മിസ്രൈം ദേശത്തുള്ള മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും കടിഞ്ഞൂലിനെ ഒക്കെയും സംഹരിക്കും. മിസ്രൈമിലെ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും. ഞാൻ യഹോവ ആകുന്നു. ഇപ്പോൾ മനസ്സിലായോ എന്തിനായിരുന്നു ബാധകൾ ദൈവം അയച്ചത് എന്ന്? താൻ മിസ്രൈമിലെ ഏതൊരു ദേവനേക്കാളും വലിയവനാണ് എന്ന് അവരെ കാണിച്ചു കൊടുക്കുവാൻ, അവരെ പഠിപ്പിക്കുവാൻ, തൻ്റെ ജനത്തെ വിടുവിക്കുവാൻ തനിക്ക് ശക്തിയുണ്ട് എന്ന് ഇസ്രായേൽ ജനത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുവാനായിരുന്നു ദൈവം ഈ ബാധകൾ അവരുടെ ഇടയിൽ അയച്ചത്. പുറപ്പാട് പുസ്തകത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു വിഭജനം ഇനി ഞാൻ പറയുന്ന പ്രകാരമാണ്. ആദ്യത്തെ 11 അധ്യായങ്ങളിൽ ഒരു വീണ്ടെടുപ്പുകാരൻ എന്നുള്ളതാണ് വിഷയം, വീണ്ടെടുക്കുന്ന ദൈവം. 12 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളിൽ വീണ്ടെടുപ്പ് എന്നതാണ് വിഷയം, രക്തത്താലും ശക്തിയാലുമുള്ള വീണ്ടെടുപ്പ്. 15 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ സീനായി മലയിലേക്ക് അവർ യാത്ര ചെയ്യുന്നതാണ് നാം കാണുന്നത്. 19 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളിൽ ദൈവം മോശയിലൂടെ ഇസ്രായേലിന് ന്യായപ്രമാണം നൽകുന്നതാണ് വിഷയം. ന്യായപ്രമാണമാണ് അവിടുത്തെ പ്രധാന ചിന്ത തന്നെ. ഇനി 25 മുതൽ 40 വരെയുള്ള അധ്യായങ്ങളിൽ സമാഗമന കൂടാരത്തിൻ്റെ രൂപരേഖയും പണിയുമാണ് വിഷയം. ഉൽപ്പത്തി പുസ്തകം ആരംഭിച്ചപ്പോൾ വലിയ അനുഗ്രഹമായും മഹത്വമായും ആരംഭിച്ചു. പക്ഷേ മിസ്രൈമിൽ ഒരു ശവപ്പെട്ടിയിലാണ് ആ പുസ്തകം അവസാനിക്കുന്നത്. പുറപ്പാട് പുസ്തകം ആരംഭിക്കുന്നത് ആകെ ശോകമൂകമായിട്ടാണെങ്കിൽ അവസാനിക്കുന്നത് വലിയ മഹത്വമായിട്ടാണ്. 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പുറപ്പാട് പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൽ അതിൻ്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ ഉൽപ്പത്തി പുസ്തകവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. ആദ്യം മിസ്രൈമിലേക്ക് വന്ന യാക്കോബിൻ്റെ കുടുംബത്തിൻ്റെ ഒരു ലിസ്റ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നു. തുടർന്ന് യോസഫിന് ശേഷമുള്ള കാലഘട്ടത്തെക്കുറിച്ച് ചുരുക്കമായി പറഞ്ഞിരിക്കുന്നു. 1-ാം അധ്യായത്തിൻ്റെ 7 മുതൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ തുടർച്ചയാണ്.
പുറപ്പാട് പുസ്തകത്തിൻ്റെ താക്കോൽ വാക്യം 20-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യമാണ്. അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിൻ്റെ ദൈവമാകുന്നു. 1-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 6 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. യാക്കോബിനോടുകൂടെ താൻ തൻ്റെ കുടുംബസഹിതം മിസ്രയീമിൽ വന്ന ഇസ്രായേൽ മക്കളുടെ പേരുകളാവിത്: രൂബേൻ, ശിമെയോൻ, ലേവി, യഹൂദ, ഇസാക്കാർ, സെബൂലൂൻ, ബെന്യാമീൻ, ദാൻ, നഫ്താലി, ഗാദ്, ആശേർ. യാക്കോബിൻ്റെ കടിപ്രദേശത്തു നിന്ന് ഉത്ഭവിച്ച ദേഹികളെല്ലാം കൂടി 70 പേരായിരുന്നു. യോസഫോ മുമ്പേ തന്നെ മിസ്രയീമിൽ ആയിരുന്നു. യോസഫും സഹോദരന്മാരെല്ലാവരും ആ തലമുറയൊക്കെയും മരിച്ചു. പുറപ്പാട് പുസ്തകം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ തുടർച്ചയാകുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. യോസഫിൻ്റെ മരണത്തോടെ ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുന്നു. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നാം കാണുന്നത് യോസഫും അവൻ്റെ സഹോദരന്മാരെല്ലാവരും ആ തലമുറ മുഴുവനും മരിച്ചു കഴിഞ്ഞു എന്നത്രേ. അപ്പോഴേക്കും യാക്കോബ് മിസ്രയീമിൽ വന്നതു മുതൽ ഏതാണ്ട് 3.5 നൂറ്റാണ്ടുകൾ, 350 വർഷങ്ങൾ കഴിഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 46-ാം അധ്യായത്തിൽ ദൈവം പറഞ്ഞത് ഇസ്രായേൽ വർദ്ധിച്ച് മിസ്രയീമിൽ ഒരു വലിയ ജാതിയാകുമെന്നത്രേ. ഇനി 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഇസ്രായേൽ മക്കൾ സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ച് പെരുകി ബലപ്പെട്ട് ദേശം അവരെ കൊണ്ട് നിറഞ്ഞു. എന്നാൽ 8-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു വലിയ മാറ്റത്തെക്കുറിച്ചാണ്. അവിടെ കാണുന്നത്, അനന്തരം യോസഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് മിസ്രയീമിലുണ്ടായി. യോസഫിനെക്കുറിച്ച് ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഒരു ഫറവോൻ മിസ്രയീമിലെ ഭരണാധികാരിയായി. സ്വാഭാവികം. ഒരുപക്ഷെ അതുവരെ ഭരിച്ചുകൊണ്ടിരുന്ന ഫറവോൻ്റെ കുടുംബത്തെ തോൽപ്പിച്ച് വേറെ ആരെങ്കിലും, ഒരു പുതിയ വംശം ആ സ്ഥാനത്ത് വന്നതാകാം. ഏതായാലും ഈ പുതിയ രാജാവിന്, പുതിയ ഫറവോന് യോസഫിനെക്കുറിച്ചുള്ള അറിവോ അവൻ്റെ പിൻഗാമികളോട് ഏതെങ്കിലും വിധത്തിലുള്ള കടപ്പാടോ ഒന്നും തോന്നിയില്ല. ഈ 8-ാം വാക്യത്തിൽ നിന്നും ഒരു വലിയ പാഠം പഠിക്കുവാനുണ്ട്. കുഞ്ഞുങ്ങളുടെയൊക്കെ ഇടയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ ഈ വാക്യം വളരെ ശ്രദ്ധിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. ഓരോ തലമുറയോടും ദൈവവചനം പഠിപ്പിക്കേണ്ട നിരന്തരമായ ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് മറക്കരുത്. കാരണം ദൈവവചനം പഠിപ്പിക്കുന്നതിനെ നാം അവഗണിച്ചാൽ അത് പൂർണ്ണമായി ജനങ്ങൾ മറക്കുന്ന ഒരു സമയം വരും. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാകും. ദൈവവചനത്തിനുള്ള പ്രാധാന്യം നാം കൈവിട്ട് കളയരുത്. നമ്മുടെ തലമുറയ്ക്ക് പറ്റിയിരിക്കുന്ന ഒരു പരാജയത്തിൻ്റെ കാരണം ദൈവവചനത്തിനുള്ള പ്രാധാന്യം കൈവിട്ട് കളഞ്ഞു എന്നത് മാത്രമാകുന്നു എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അനന്തരം യോസഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് മിസ്രയീമിലുണ്ടായി. ഒരു സമയത്ത് യോസഫിനെ അറിയാത്ത ആരും മിസ്രയീമിലുണ്ടായിരുന്നില്ല. അവൻ അവിടുത്തെ ഹീറോ ആയിരുന്നു. ആ ദേശത്ത് നിന്നും അവൻ്റെ മൃതദേഹം പോലും അവർ വിട്ടുകൊടുത്തില്ല എന്നോർക്കണം. മിസ്രയീമ്യരെ സംബന്ധിച്ച് അവൻ അത്രമാത്രം അവർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു. എന്നാൽ പിന്നീട് ഒരുപക്ഷെ അവർ വേണ്ടും വണ്ണം ആ ചരിത്രം രേഖപ്പെടുത്തുകയോ തലമുറകളെ പഠിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടാവില്ല. ഏതായാലും പുതുതായി ഭരണത്തിന് വന്ന ഫറവോൻ ഇസ്രായേൽ മക്കളോട് യാതൊരു ദയയും കാണിച്ചില്ല. അവൻ തൻ്റെ പൂർവികന്മാരിൽ നിന്നും വ്യത്യസ്തമായി ഇസ്രായേലിയരോട് കഠിനമായി ഇടപെട്ടു. 9-ഉം 10-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, അവൻ തൻ്റെ ജനത്തോട്, ഇസ്രായേൽ ജനം നമ്മേക്കാൾ ബാഹുല്യവും ശക്തിയുമുള്ളവരാകുന്നു. അവർ പെരുകിയിട്ടൊരു യുദ്ധമുണ്ടാകുന്ന പക്ഷം നമ്മുടെ ശത്രുക്കളോട് ചേർന്ന് നമ്മോട് പൊരുത് ഈ രാജ്യം വിട്ടു പൊയ്ക്കളവാൻ സംഗതി വരാതിരിക്കേണ്ടതിന് നാം അവരോട് ബുദ്ധിയായി പെരുമാറുക. അത് വാസ്തവം തന്നെയാണ്. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൻ്റെ ശത്രുക്കളോട് ചേർന്ന് മിസ്രയീമിനെതിരെ യുദ്ധം ചെയ്യുവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഫറവോൻ അടിമകളെ ആവശ്യമായിരുന്നെങ്കിൽ തന്നെ പ്രശ്നം പരിഹരിക്കുവാനുള്ള ലളിതമായ മാർഗം ഇസ്രായേലിനെ വിട്ടയക്കുക മാത്രമായിരുന്നു. ഇസ്രായേലിനെ വിട്ടയക്കുന്നതിന് പകരം ഫറവോൻ ലോകപ്രകാരമുള്ളൊരു ജ്ഞാനം ഉപയോഗിച്ച് പ്രശ്നത്തെ കൈകാര്യം ചെയ്യുവാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. തൻ്റെ സ്വന്തം കഴിവുകളും ബുദ്ധിശക്തിയും ഉപയോഗിച്ച് താൻ പ്രശ്നം പരിഹരിക്കുവാൻ തത്രപ്പെടുകയാണ്. ലളിതമായ പ്രശ്നപരിഹാരം ഫറവോൻ എത്രമാത്രം കുഴച്ചു മറിച്ചു എന്ന് നോക്കണേ. 11-ാം വാക്യത്തിൽ വായിക്കുന്നത്, അങ്ങനെ കഠിന വേലകളാൽ അവരെ പീഡിപ്പിക്കേണ്ടതിന് അവരുടെ മേൽ ഊഴിയ വിചാരകന്മാരെ ആക്കി. അവർ പീഥോം, റയംസേസ് എന്ന സംഭാര നഗരങ്ങളെ ഫറവോന് പണിതു.
കഠിന വേല ചെയ്യുവാൻ ഇസ്രായേൽ മക്കൾ നിർബന്ധിതരായി. മിസ്രൈമിലെ പിരമിഡുകൾ പണിതത് ഇസ്രായേൽ മക്കളായിരുന്നില്ല, അത് അവർക്ക് മുൻപേ തന്നെ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ സംഭാര നഗരങ്ങളെ പണിയുവാൻ അവരെ നിർബന്ധിച്ചു. അവർ പണിത സംഭാര നഗരങ്ങൾ പീഥോം, റംസേസ് എന്നിവയായിരുന്നു. അടിമവേലയിൽ ഇസ്രായേൽ മക്കളെ കൊണ്ട് ഉണ്ടാക്കിച്ച ഇഷ്ടിക കൊണ്ടാണ് ഈ പറയുന്ന പട്ടണങ്ങൾ പണിതത്. ആദ്യകാലങ്ങളിൽ ഇഷ്ടിക ഉണ്ടാക്കുവാൻ അവർക്ക് വൈക്കോൽ നൽകുമായിരുന്നു. എന്നാൽ ഫറവോൻ്റെ പീഡനം വർദ്ധിച്ചപ്പോൾ അവർക്ക് വൈക്കോൽ കൊടുക്കാതെ തന്നെ നിശ്ചിത സംഖ്യ ഇഷ്ടിക സ്വയം വൈക്കോൽ കണ്ടുപിടിച്ചുണ്ടാക്കി കൊടുക്കുവാൻ ഫറവോൻ അവരെ നിർബന്ധിച്ചു എന്ന് നാം പിന്നീട് കാണുന്നുണ്ട്. അങ്ങനെ മിസ്രൈമ്യർ ഇസ്രായേലിയരുടെ ജീവിതം കൂടുതൽ കഠിനവും പ്രതിസന്ധി നിറഞ്ഞതുമാക്കി തീർത്തു. 12-ാം വാക്യത്തിൽ കാണുന്നത്, എന്നാൽ അവർ പീഡിപ്പിക്കും തോറും ജനം പെരുകി വർദ്ധിച്ചു. അതുകൊണ്ട് അവർ ഇസ്രായേൽ മക്കൾ നിമിത്തം പേടിച്ചു. ഇസ്രായേൽ മക്കൾക്ക് മിസ്രൈമിൽ ബുദ്ധിമുട്ടുള്ള സമയം ഉണ്ടാകുമെന്ന് ദൈവം അബ്രഹാമിനോട് മുൻകൂട്ടി പറഞ്ഞിരുന്നു. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ നാം അത് കാണുന്നുണ്ട്. അവിടെ വായിക്കുന്ന, അപ്പോൾ അവൻ അബ്രഹാമിനോട്, നിൻ്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന് ആ ദേശക്കാരെ സേവിക്കും, അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. 3 കാര്യങ്ങളാണ് ഈ വാക്യത്തിൽ പ്രവചിച്ചിരിക്കുന്നത്. ഒന്ന്, ഇസ്രായേല്യർ അന്യദേശത്ത് പ്രവാസികളായിരിക്കും, അവർ അവിടെ അടിമകളായിരിക്കും, അവർ അവിടെ പീഡിപ്പിക്കപ്പെടും. ഇനിയും പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ പറഞ്ഞ പ്രവചനം അതുപോലെ നിവൃത്തിയായി എന്ന് നാം കാണുന്നു. മിസ്രൈമ്യർ ഇസ്രായേലിനെ എത്രയധികം പീഡിപ്പിച്ചു, അത്രയധികം അവർ വർദ്ധിച്ചു പെരുകി. 13 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, മിസ്രൈമ്യർ ഇസ്രായേൽ മക്കളെ കൊണ്ട് കഠിന വേല ചെയ്യിച്ചു. കളിമണ്ണും ഇഷ്ടികയും വയലിലെ സകലവിധ വേലയും സംബന്ധിച്ചുള്ള കഠിന പ്രവൃത്തിയാലും അവരെക്കൊണ്ട് കാഠിന്യത്തോടെ ചെയ്യിച്ച സകല പ്രയത്നത്താലും അവർ അവരുടെ ജീവനെ കൈപ്പാക്കി. എന്നാൽ മിസ്രൈം രാജാവ് ശിപ്ര എന്നും പൂവ എന്നും പേരുള്ള എബ്രായ സൂതികർമ്മിണികളോട്, ഇവിടെ മിസ്രൈമ്യർ ഇസ്രായേല്യരെ അടിമകളാക്കിയെന്ന് മാത്രമല്ല, അവർ അവരോട് മോശമായി പെരുമാറുകയും ചെയ്തുകൊണ്ടിരുന്നു. വളരെയേറെ പീഡനം ഉണ്ടായിട്ടും അവരുടെ സംഖ്യ പെരുകുകയും ദൈവാനുഗ്രഹം അവരോടൊപ്പം ഉണ്ടായിരിക്കുകയും ചെയ്തു. തൻ്റെ രാജ്യത്തെ അടിമജാതിയുടെ അത്ഭുതാവഹമായ വളർച്ച കണ്ട രാജാവ് പരിഭ്രാന്തനായി എബ്രായ സൂതികർമ്മിണികളോട്, അതായത് മിഡ് വൈഫ്, അവരോട് അവൻ സംസാരിച്ചു. നോക്കണേ, തൻ്റെ രാജ്യത്ത് ഇപ്പോൾ ഒരു അടിമ രാഷ്ട്രം ഉടലെടുത്തിരിക്കുകയാണ്, ഒരു വലിയ രാഷ്ട്രം. ഈ സൂതികർമ്മിണികളിലൂടെ പ്രശ്നം പരിഹരിക്കാമെന്നാണ് ഫറവോൻ കരുതിയത്. ഈ 2 സൂതികർമ്മിണികളുടെ പേരിൻ്റെ അർത്ഥം വളരെ രസമാണ്. ശിപ്ര എന്നാൽ സൗന്ദര്യമെന്നും പൂവ എന്നാൽ തേജസ് എന്നുമാണ്. മിസ്രൈമ്യ സ്ത്രീകളുടെ ചിത്രങ്ങൾ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മിസ്രൈമ്യ ദേശത്തിലെ സ്ത്രീകൾ സൗന്ദര്യവും തേജസ്സും വളരെയുള്ളവരായിരുന്നു. ഫറവോൻ ശിപ്രയെയും പൂവയെയും സമീപിച്ച് കാര്യത്തിനൊരു പരിഹാരമുണ്ടാക്കുവാൻ അവരോട് പറയുന്നുവെങ്കിൽ തീർച്ചയായും അവർ രാജ്യത്തെ നല്ല ഉന്നത സ്ഥാനത്ത് ഇരുന്നവരായിരിക്കും. ഒരുപക്ഷെ അവരായിരുന്നിരിക്കും മിസ്രൈമിലെ പ്രസവാശുപത്രിയുടെ ചുമതല മൊത്തം ഏറ്റെടുത്ത് നടത്തിയിരുന്നത്. 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എബ്രായ സ്ത്രീകളുടെ അടുക്കൽ നിങ്ങൾ സൂതികർമ്മത്തിന് ചെന്ന് പ്രസവശയ്യയിൽ അവരെ കാണുമ്പോൾ കുട്ടി ആണാകുന്നു എങ്കിൽ നിങ്ങൾ അതിനെ കൊല്ലേണം, പെണ്ണാകുന്നു എങ്കിൽ ജീവനോടിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിങ്കിലേക്ക് നയിക്കുന്ന വംശത്തെ നശിപ്പിക്കുവാനുള്ള സാത്താൻ്റെ മറ്റൊരു ശ്രമമാകുന്നു ഇവിടെ ഈ സംഭവത്തിലൂടെ കാണുന്നത്. ഈ സാത്താന്യ പ്രവൃത്തി ബൈബിളിൽ ഉടനീളം നാം കാണുന്നുണ്ട്. യഹൂദന്മാരെ മൊത്തം ഉന്മൂലനാശം ചെയ്ത് കളയുവാൻ ശ്രമിച്ച് അനേകം ആളുകൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ലോകം മുഴുവൻ ഈ ജാതിയോട് കാണിക്കുന്ന എതിർപ്പ് പ്രത്യേകം ശ്രദ്ധേയമാണ്. ഈ കാലങ്ങളിൽ പ്രത്യേകിച്ച് അതിൻ്റെ ആരംഭം സാത്താന്യമാണ്. ദൈവത്തെ അറിയാത്ത ജാതികൾ മാത്രമേ അങ്ങനൊരു സംരംഭത്തിന് മുതിരുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഏതെങ്കിലും ഒരു ജാതിയുടെ പക്ഷം പിടിക്കുകയല്ല കേട്ടോ. പിന്നെയോ ദൈവവചനം എന്തു പറയുന്നുവോ അതുമാത്രം പറയുകയാണ്. അങ്ങനെ സാത്താൻ ഇസ്രായേൽ മക്കളെ നശിപ്പിക്കുവാൻ ശ്രമിച്ചപ്പോൾ
ദൈവം ഇടപെട്ടു. 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം ഇടപെട്ട വിധം നാം കാണുന്നുണ്ട്. ഇസ്രായേൽ മക്കൾക്ക് ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ എല്ലാം കൊന്നുകളയുവാനുള്ള ഈ ശ്രമം രാഷ്ട്രീയ പ്രേരിതമായിരുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ അത് വിലപ്പോയില്ല. 21 വാക്യത്തിൽ നാം കാണുന്നത്, സൂതികർമ്മിണികൾ ദൈവത്തെ ഭയപ്പെടുക കൊണ്ട് അവൻ അവർക്ക് കുടുംബവർദ്ധനവ് നൽകി. ഫറവോനെയാണോ അതോ ജീവനുള്ള ദൈവത്തെയാണോ അനുസരിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുവാൻ ഈ സ്ത്രീകൾ നിർബന്ധിതരായി. അവർ ദൈവത്തെ ഭയപ്പെടുവാൻ പഠിച്ചിരുന്നതിനാൽ അവരുടെ അനുസരണം ദൈവം മാനിക്കുകയും അവർക്കതിനുള്ള പ്രതിഫലം നൽകുകയും ചെയ്തു. അവൻ ശിപ്രായ്ക്കും പൂവായ്ക്കും ഇസ്രായേലിൽ ഒരു സ്ഥാനവും ദേശത്ത് അംഗീകാരവും നൽകുകയുണ്ടായി. 22 വാക്യത്തിൽ നാം കാണുന്നത്, പിന്നെ ഫറവോൻ തൻ്റെ സകല ജനത്തോടും ജനിക്കുന്ന ഏത് ആൺകുട്ടിയെയും നദിയിൽ ഇട്ടുകളയണമെന്നും ഏത് പെൺകുട്ടിയെയും ജീവനോടെ രക്ഷിക്കണമെന്നും കൽപ്പിച്ചു. ഈ കൽപ്പന അതുപോലെ അനുസരിച്ചിരുന്നെങ്കിൽ ഇസ്രായേലിൻ്റെ ചരിത്രം പെട്ടെന്ന് അവസാനിക്കുമായിരുന്നു. എന്നാൽ ഫറവോൻ്റെ കൽപ്പനകൾ പാലിക്കപ്പെട്ടില്ല എന്ന് തുടർന്നുള്ള അധ്യായങ്ങൾ വ്യക്തമാക്കുന്നു. മിസ്രൈമ്യ അടിമത്തത്തിൽ നിന്നും ഇസ്രായേലിനെ വിടുവിക്കുവാൻ ദൈവം മോശയെ എഴുന്നേൽപ്പിക്കുന്നു. പുറപ്പാട് വീണ്ടെടുപ്പിൻ്റെ മഹൽ പുസ്തകമാണ്. ഈ സമയത്ത് മിസ്രൈമിൽ എല്ലാവരാലും അറിയപ്പെട്ടിരുന്ന യോസഫ് ഇന്ന് ആരും അറിയാത്തവനായി മാറി. എന്നാൽ മനുഷ്യൻ മറന്നാലും ദൈവം തൻ്റെ ജനത്തെ മറക്കില്ല. ദൈവം അവരോട് കരുണയുള്ളവനാണ്. ഈ സത്യത്തിൻ്റെ കൃത്യമായ ഉദാഹരണങ്ങളാണ് പുറപ്പാട് പുസ്തകം മുഴുവൻ വരച്ചു കാട്ടുന്നത്. എത്ര വലിയ പാഠമാകുന്നു പുറപ്പാട് പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നില്ലേ? പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ വചനം എത്ര അത്ഭുതമാണ്, നിൻ്റെ വചനം എത്ര അനുഗ്രഹമാണ്. ഈ വചനം ഓരോ ദിവസവും പഠിക്കുവാൻ ഞങ്ങൾക്ക് ലഭിക്കുന്ന അവസരത്തെ തക്കത്തിൽ ഉപയോഗിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളൊരു പുതിയ പുസ്തക പഠനം ആരംഭിക്കുന്നു. അവിടുത്തെ കൃപ ഞങ്ങളോടുകൂടി ഉണ്ടായിരിക്കണമേ. നിൻ്റെ ഹിതം തിരിച്ചറിയുവാൻ ഈ പഠനത്തിലൂടെ ഞങ്ങളെ നീ സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആത്മീയമായി വളരെ ദരിദ്രമായ അവസ്ഥയിലായിരുന്നുവെങ്കിലും മിസ്രൈമ്യർ ഭയപ്പെടത്തക്ക വിധം ഇസ്രയേൽ ജനം ആ ദേശത്ത് സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ചു വരിക. കൗശലത്തോടെ അവരെ ഒതുക്കുവാനും നിയന്ത്രിക്കുവാനും ശ്രമിച്ച മിസ്രൈം രാജാവിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് പൈശാചിക ശക്തികളായിരുന്നുവെന്ന് അവൻ്റെ തുടർന്നുള്ള പ്രവൃത്തികൾ തെളിയിക്കുന്നു. അതുകൊണ്ട് തന്നെ അറിയാതെയാണെങ്കിലും ഫറവോൻ ഫലത്തിൽ ഇസ്രയേലിൻ്റെ ദൈവത്തോട് നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിനാണ് തുടക്കമിട്ടത്.